ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ലിനി ഫെർണാണ്ടസിൻ്റെ എവ്രി വൺ ഇസ് ഡിഫറെൻറ്റ് എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ബുക്കാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. കൊക്കുമണി, ബുക്ക് വായിക്കാം, നമുക്ക് സ്റ്റോറി വായിക്കാം. ഇത് പ്രത്യേകിച്ച് 3 വയസ്സ് മുതൽ മുകളിലേക്കുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. വളരെ ക്യൂട്ടായിട്ട് പിക്ചേഴ്സ് അടക്കം വലിയ വലിയ അക്ഷരങ്ങളിലാണ് ഈ ബുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു പൂന്തോട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. എവ്രി വൺ ഇസ് ഡിഫറെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി ഇതിനകത്തുണ്ട്. അത് വളരെ സിമ്പിളായ രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ലിനി സ്റ്റോറി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറി തുടങ്ങാം. ശ്രദ്ധിച്ചു കേട്ടോട്ടാ. Once upon a time, a beautiful flower named Pooja grew up in the lovely garden. ഇത് കണ്ടോ? പിക്ചേഴ്സ് കണ്ടോ നീയേ? ഇത് നോക്കിയേ, പടങ്ങൾ കാണുന്നുണ്ടോ? ഇത് നോക്കിയേ, ഇത് കാണുന്നുണ്ടോ? പൊക്കോൾ മാത്രം കണ്ടാൽ മതി, നിങ്ങൾക്ക് കാണണ്ടേ മാഷു? ഇത് നോക്കിയേ, ഇവർ ഓൾറെഡി ഉറങ്ങാൻ റെഡിയായി. എല്ലാ പേജുകളിലും ഇതുപോലെ ഒരുപാട് പിക്ചേഴ്സ് അടക്കം ഇത് ചെയ്തിട്ടാണ് ലിനി സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഇത് പാരൻസിന് കുട്ടികൾക്ക് ബെഡ് ടൈം സ്റ്റോറി ആയിട്ട് വായിച്ചു കൊടുക്കാനും, അതുപോലെ നഴ്സറി ക്ലാസ്സുകളിൽ ടീച്ചേഴ്സിന് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന ലാംഗ്വേജിലാണ് ഈ സ്റ്റോറി സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അല്പം കൂടി മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. നാനൻസ് ഇൻ ദ ഗാർഡൻ, ഈ കഥയുടെ ക്യാരക്ടേഴ്സ് തന്നെ ഇതിനകത്തും വരുന്നുണ്ട്. ആ പൂന്തോട്ടത്തിൽ നടക്കുന്ന ഒരു കണ്ടിന്യൂഷൻ സ്റ്റോറി ആയിട്ടാണ് ഈ നാനൻസ് ഇൻ ദ ഗാർഡൻ എഴുതിയിരിക്കുന്നത്. ഇത് ഏജസ് 7 to 12 ആണ് ഇത്. അതായത് ഇംഗ്ലീഷ് ഇത്തിരി കൂടി ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇലസ്ട്രേഷനും ലിനി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ റൈറ്റിങ്ങും മറു സൈഡിൽ പിക്ചേഴ്സും ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വായിച്ച് കണ്ട് ബോറടിക്കില്ല. ഇതിൻ്റെ ലാസ്റ്റ് ഒരു ചെറിയ ആക്ടിവിറ്റി ബുക്ക് ഉണ്ട് കേട്ടോ, പിന്നെ കളറിങ്ങും ഇതൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതിൻ്റെ എല്ലാം ഓൺലൈൻ കോപ്പി ആമസോണിൽ അവൈലബിൾ ആണ്. കൂടാതെ ഇതുപോലെ ഹാർഡ് കോപ്പി വേണമെങ്കിൽ ലിനിനെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ ഞങ്ങൾ കഥ വായിച്ച് കിടന്നുറങ്ങാൻ പോട്ടെ. നമുക്ക് സ്റ്റോറി ബുക്ക് വായിക്കാം. The children played games, read storybooks, watered plants, climbed trees and enjoyed themselves in this garden.